എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അനാർക്കലിയും ഗോവിന്ദും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ഗോവിന്ദ് അനാർക്കലിയോട് പറയണേ, അതെ, ഭദ്രന്റെ ബോഡി എവിടെയാ നിങ്ങൾ കൊണ്ട് ഇട്ടേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഞെട്ടലോട് കൂടിയിട്ട് അനാർക്കലി ഗോവിന്ദനെ നോക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആത്മസമീപനം കൈവടിയാ തന്നെ അനാർക്കലി പറഞ്ഞു, ഭദ്രനെയോ, ഭദ്രന്റെ ബോഡിയോ, നീ എന്തൊക്കെയാണ് ചെറുക്കായി പറയണെന്ന് ചോദിക്കോ. ഓ, അപ്പം നിങ്ങൾ എന്നെ ഇപ്പോഴും പണ്ടത്തെ ആ പൊടിമീശക്കാരനായിട്ടാണ് നിങ്ങളുടെ മനസ്സ് സങ്കല്പിച്ചു വെച്ചിരിക്കുന്നത് അല്ലേന്ന് ചോദിക്കണം. എങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി അനാർക്കലി എന്ന് പറയാണ്. ഇത് കേട്ടതും അനാർക്കലി പറഞ്ഞതേ, ഭദ്രനെ നീ എന്റെ അടുത്ത് തേടുന്നേക്കാളും നല്ലത് നിന്റെ കുടുംബത്തിൽ തന്നെ പോയി അന്വേഷിക്കുന്നതെന്ന് പറയാം. ഇത് കേട്ടുകഴിഞ്ഞപ്പോ ഗോവിന്ദ് പറഞ്ഞു, ഓഹോ, അപ്പം നിങ്ങൾ രണ്ടും കൽപ്പിച്ചല്ലേന്ന് ചോദിക്കും. പിന്നെ അല്ലാതെ. ഇതേ അനാർക്കലി, നിങ്ങളൊന്ന് മനസ്സ് വിചാരിച്ചോ, ആ പണ്ടത്തെ ആ പൊടിമീശക്കാരന് മുമ്പ് നിങ്ങൾ എന്നോട് പറഞ്ഞില്ലേ, ആ പൊടിമീശക്കാരൻ വിചാരിച്ച പലതും നടക്കുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, നിങ്ങളുടെ യൗവനം മുഴുവൻ ജയിലിലാക്കിയത് ആ പൊടിമീശക്കാരനാ. അങ്ങനെയാണെങ്കിൽ ഇന്നിപ്പൊ ഈ നിൽക്കുന്ന ഇത്രയും വളർന്നു നിൽക്കുന്ന എനിക്ക് നിങ്ങൾ ഒരു നിമിഷം കൊണ്ട് വേണേ ഇല്ലാതാക്കാൻ സാധിക്കും. അത് കാണണോന്ന് ചോദിക്കാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അനാർക്കലി പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നീ ചെയ്യട വെക്കാന്ന് പറയണം. ചെയ്യുമല്ലോ, നീ കാണിച്ചു തരാം. പക്ഷെ അതിനു മുമ്പ് എനിക്ക് പല കാര്യങ്ങളും അറിഞ്ഞിരിക്കണമെന്ന് പറയണം. അല്ലാതെ നിങ്ങളെ വെറുതെ വിടാനായിട്ട് പോകുന്നില്ല. നിങ്ങൾ കൊണ്ട് അവസാനം കണ്ടോ, എന്റെ അച്ഛന്റെ മുന്നിൽ ഞാൻ മാപ്പ് പറയിച്ചിരിക്കുമെന്ന് പറയാം. എന്റെ അച്ഛനെ ചതിച്ച് ഇല്ലാതാക്കിയോളാം നിങ്ങൾ. ആ നിങ്ങളെ ഞാൻ വെറുതെ വിടുമോ നിങ്ങൾ ഒരിക്കലും കരുതണ്ടെന്ന് പറയാണ്. നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് എന്റെ അച്ഛനോട് മാപ്പ് പറഞ്ഞിട്ടാ മരിക്കോളെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ മോനെ ഗോവിന്ദേ, നീ പറയുന്ന പോലെ ഞാൻ ചെയ്യാം. സമസ്ത അപരാധങ്ങൾ നിന്റെ മുന്നിൽ ഞാൻ ഏറ്റു പറയാം. പക്ഷേങ്കില് അല്ലാതെ ഇതേ നിന്റെ മുന്നിൽ ഒരിക്കലും ഞാൻ തോറ്റു തരാൻ തയ്യാറില്ലെന്ന് പറയണം. ഇതിലോട്ട് ഗോവിന്ദ് പറഞ്ഞു, ശരി നമുക്ക് കാണാന്ന് പറഞ്ഞാലോ. അങ്ങോട്ട് തിരിയുമ്പോഴത്തേനും അനാർക്കലി വിളിച്ചു, അവിടെ നിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, നിന്റെ അമ്മേനെ എന്റെ അന്വേഷണം അറിയിക്കണമെന്ന് പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, അതെ, രാധികാമേനെ അല്ലേ, രാധികാമേനെ നിങ്ങൾ തന്നെ അങ്ങ് പറഞ്ഞാൽ മതി എന്ന് പറയണം. ഇത് കേട്ട, രാധികയോ, അവളെ ഞാൻ ഇതിനകത്തൊന്നും കൂട്ടിയിട്ടില്ല. അല്ലെങ്കിലും അവള് വെറും ഒരു കുടുംബിനി മാത്രം. അവൾക്ക് ഇക്കാര്യത്തൊന്നും അറിയത്തില്ല. പക്ഷെ നിന്നെ ഇങ്ങനെ ബോൾഡ് ആക്കി മാറ്റണമെങ്കിൽ അതിന്റെ പിന്നിൽ ആരുടെ കൈകളാന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിന്റെ അമ്മയുണ്ടല്ലോ വിജയലക്ഷ്മി, അവരാണ് നിന്നെ ഇങ്ങനെ ആക്കി വിട്ടത്. ഇത് കേട്ടത് ഗോവിന്ദന് ഇഷ്ടപ്പെട്ടില്ല. വിജയലക്ഷ്മിയുടെ പേര് കേട്ടത് തന്നെ. ആ ഒരു സ്ത്രീയാണ് നിന്നെ ഇത്ര ബോൾഡ് ആക്കിയത്. നീ ഇത്രയും വലുതായി വരണമെങ്കിൽ അവരുടെ ഒറ്റ ചങ്കൂറ്റം കൊണ്ട് മാത്രമായിരിക്കണം. പഴയ ചെമ്പകശ്ശേരിയിലെ മകളല്ലേ വിജയലക്ഷ്മി, അപ്പൊ പിന്നെ ആ ചോരയില അവരുടെ ശരിയാൾ കൂടെ വിടുന്നേ. അപ്പൊ അതേ ഇത് തന്നെയല്ലേ നിനക്കും കിട്ടിയിട്ടുണ്ടായിരിക്കാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദന് നല്ല ദേഷ്യം വന്നു. ഗോവിന്ദൻ, എനിക്കറിയാം നിങ്ങളും അവരും തമ്മിൽ എന്തൊക്കെയോ ബന്ധങ്ങളുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെങ്കിൽ ആ കാര്യം പറഞ്ഞ് ഇവിടെ ഇടാനായിട്ട് നിങ്ങൾ നോക്കണ്ടെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ അനാർക്കലി പറഞ്ഞു, നിനക്ക് തെറ്റിപ്പോയി മോനെ. അതെ, പല കാര്യങ്ങളും എനിക്കറിയാം. പക്ഷെ അതൊക്കെ പുറത്ത് പറയണമെങ്കിൽ നീ മുമ്പ് എന്നെ വെല്ലുവിളിച്ചില്ലേ, നിന്റെ വെല്ലുവിളി ആദ്യം നടത്ത്. പിന്നെ ഭദ്രനെ കുറിച്ച് നിനക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നീ കണ്ടുപിടിക്കാൻ നോക്ക്. എന്നിട്ട് നീ എന്റെ മുന്നിലേക്ക് വരാൻ പറയണം. അല്ലാതെ എന്നെ ഇവിടെ കിടന്ന് വെല്ലുവിളിച്ചിട്ട് ഒരു കാര്യമില്ലെന്ന് പറയാം. ഇത് കേട്ടതും ഗോവിന്ദ് പറഞ്ഞു, ഞാൻ വരും, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും. എന്തിനാണെന്നറിയാവോ, പഴയ പല കണക്കുകളും എനിക്ക് തീർക്കാനുണ്ട്. ആ കണക്കുകൾ തീർക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നേ. നിങ്ങൾ കാത്തിരുന്നോ എന്റെ വരവിനായിട്ടെന്ന് പറയണം. എന്നും പറഞ്ഞിട്ട് ഗോവിന്ദ് അങ്ങോട്ട് കയറി പോവാ. ഈ സമയം അജാസ് നോക്കി, ഇതാ സ്ത്രീയാ അനാർക്കലി. അങ്ങനെയാണെങ്കിൽ ഇവരെന്തിനായിരിക്കും പോലും കിഷോറിനെ വിളിച്ച് അങ്ങനെ നൂറ് നൂറ് ചിന്തകൾ അജാസിന്റെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട്. ഈ സമയം വിജയലക്ഷ്മി ആകെപ്പാടെ ടെൻഷൻ അടിച്ചിരിക്കുക. അപ്പോഴേക്കും അങ്ങോട്ട് സാന്ദ്ര വന്നു. സാന്ദ്ര വന്നിട്ട്, അതെ മാഡം പറഞ്ഞ പോലെ തന്നെ ഞാൻ രഞ്ജുവിനോട് ഫാമിലി പ്ലാനിങ്ങിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. പക്ഷെ അവള് സ്വപ്നം കണ്ടിരിക്കുന്നത് എന്താണെന്നറിയോ, ഒരു കുഞ്ഞിനെ പറ്റിയാ. ഒരു കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് തന്നെ കെട്ടണമെന്നാണ്, കൊഞ്ചിക്കണമെന്ന്, അങ്ങനെയുള്ള ആഗ്രഹത്തോടെ അവൾ ഇരിക്കുന്നത്. ഗീതുമാമുമായിട്ട് അതെ അവൾക്ക് നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. ആദ്യം ഈ പറയുന്ന രഞ്ജുവിന് കുഞ്ഞു പറക്കണമെന്ന് അവളുടെ ആഗ്രഹം എന്ന് പറയാം. ഇത് കേട്ടിഞ്ഞപ്പോഴത്തേനും വിജയലക്ഷ്മി ഒരു നിമിഷം ഞെട്ടി. അങ്ങനെ നിന്നോട് പറഞ്ഞു എന്ന് ചോദിക്കുക. അങ്ങനെ പറഞ്ഞു, ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞ് വരണം എന്നൊക്കെ പറഞ്ഞു. പെട്ടെന്ന് വിജയലക്ഷ്മി സങ്കടപ്പെടുന്നുണ്ട്. എന്താ എന്താ മാഡം, എന്താ മാഡത്തിന് എന്താ വിഷമം എന്താ? ഒന്നുമില്ല, കുഞ്ഞ് പറക്കുന്നതുകൊണ്ട് മാഡത്തിന് താല്പര്യമില്ലെന്ന് തോന്നില്ല. അല്ല, അത് പിന്നെ ഞാൻ ഒരു കുഞ്ഞൊക്കെ അവൾക്ക് പറഞ്ഞു കഴിയുമ്പോൾ ഞാനൊരു അമ്മൂമ്മയായി പോവില്ലേ, അതുകൊണ്ടുള്ള ഒരു അതിനെന്താ മേഡം കുഴപ്പം? അല്ല, എന്റെ കരിയർ അറിയാലോ. അപ്പൊ അങ്ങനെയൊക്കെയാന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കച്ചറകളൊക്കെ കുറയാവുന്നൊരു പേടി. പ്രായം കൂടിപ്പോയെന്ന് പുറത്തറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അതുകൊണ്ടാന്ന് പറയണം. അതും തമ്മിൽ എന്താ മേഡം ബന്ധമുള്ളേ? മാഡത്തിന് കിട്ടാനുള്ളതാണ്, കിട്ടില്ല എന്ന് ചോദിക്കാം. അത് ശരിയാ, എന്നാലും എന്നൊക്കെ പറഞ്ഞ് നിർത്തുകയാണ്. അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. കാരണം അതല്ലോ രഞ്ജു ഇന്നല്ലെങ്കിൽ നാളെ പ്രഗ്നന്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരിക്കും എന്നുള്ള കാര്യം
തുറന്നു പറയാൻ പറ്റില്ല ആരോടും. അപ്പൊ അതുകൊണ്ട് മാത്രം അത് ഉള്ളിൽ അടക്കി പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. പിന്നീട് സാന്ദ്രയോട് പറഞ്ഞു, സാന്ദ്ര പോയിക്കോളാൻ പറയണം. സാന്ദ്ര പോയി കഴിഞ്ഞപ്പോഴത്തേനും വിജയലക്ഷ്മി അവിടെ നിന്ന് കരയുക. ഇനി അവളോട് എങ്ങനെയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നേ? പ്രഗ്നന്റ് ആയിട്ടുണ്ടെങ്കിൽ അവളുടെ ജീവിതം തീർന്ന് അവളോട് പറയാണ്ട് തനിക്ക് സാധിക്കില്ല. ആ ഒരു ടെൻഷനായിരുന്നു വിജയലക്ഷ്മി. ആ സമയം രാധികാമ്മ വെമ്പാലമുക്കിലുള്ള വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും രാധികാമ്മയുടെ ഫോണിലേക്ക് അനാർക്കലിയുടെ കോള് വരുവാണ്. അനാർക്കലി വിളിച്ചിട്ട് രാധികയോട്, അതെ എനിക്ക് ഇന്ന് 50 ലക്ഷം രൂപ തരണമെന്ന് പറയാം. ഇത് കേട്ടതും രാധിക പറഞ്ഞു, ദേ നീ പറയുമ്പോൾ എനിക്ക് പണം പെട്ടെന്ന് കൂടെ ഉണ്ടാക്കി തരാൻ പറ്റുമോ? അതിൻ്റെ ഒരു സാവകാശം കാര്യങ്ങളൊക്കെ വേണ്ടേന്ന് ചോദിക്കുക. സാവകാശം അതിന്റെ കാര്യമൊന്നുമില്ല, നിങ്ങൾ എനിക്ക് പണം തന്നേ മതിയാവുള്ളൂ എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം രാധിക പറഞ്ഞു, എനിക്ക് ഇച്ചിരി സമയം എന്താ, ഇപ്പൊ 50 ലക്ഷം തയ്ച്ചു തരാൻ എൻ്റെ കയ്യിൽ ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല, ഞാൻ നോക്കട്ടെ എന്ന് പറയണം. നോക്കിയിട്ടൊന്നും കാര്യമില്ല. പിന്നെ നിങ്ങൾക്ക് സന്തോഷയുടെ കാര്യം പറയാണ്ട്, ഇന്ന് ഭദ്രന്റെ ബോഡി അന്വേഷിച്ച് ഗോവിന്ദ് എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു പറയണം. ഇത് കേട്ട് അനാർക്കലി ഈ സംസാരം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രാധികാമ്മനെ ഞെട്ടി. ഗോവിന്ദോ? അതെ, അവന് പല സംശയങ്ങളും തോന്നി തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാൻ എന്ത് പറയാനാ, ഞാൻ എന്തായാലും പറയണായിരുന്നോ? പിന്നെ അവന്റെ സ്വഭാവം അറിയാലോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രാധിക പറഞ്ഞു, നിനക്കൊരു കാര്യം ചെയ്യാൻ മേലായിരുന്നോ? നിന്റെ മുന്നിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും എന്നെ കുറിച്ച് കുറച്ച് പുകഴ്ത്തി കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ മേലായിരുന്നു ചോദിക്കുക. നല്ല കഥയായി. ഇതാ നിനക്ക് പറയുന്ന രാധിക ബുദ്ധിയില്ല എന്നുള്ള കാര്യം. അങ്ങനെ നിന്നെ കുറിച്ച് അങ്ങനെ ഞാൻ പുകഴ്ത്തി സംസാരിച്ചായിരുന്നെങ്കിൽ അവൻ അപ്പോഴേ വിചാരിച്ചാലും ഞാനും നീയും തമ്മിൽ ബന്ധമുണ്ടെന്ന്. അറിയാലോ. പക്ഷെ ഞാൻ തന്ത്രപരമായിട്ട് വിജയലക്ഷ്മിനെ കുറിച്ചാണ് പറഞ്ഞത്. അതുകൊണ്ട് അവൻ തെറ്റിദ്ധരിച്ചോളും വിജയലക്ഷ്മിയും ഞാനും തമ്മിലെ ബന്ധമുള്ളതെന്ന്. അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നും കാര്യങ്ങളൊന്നുമില്ല. വിജയലക്ഷ്മിക്ക് ഞാൻ അങ്ങനെ ഒരു പൂട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറയണം. എന്നാലും അവനിപ്പോ എന്തെങ്കിലും കണ്ടുപിടിക്കോ? കണ്ടുപിടിച്ചാൽ എനിക്കെന്താ കുഴപ്പം? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഇനി എനിക്ക് ധാരാളം പണം നീ തരണമെന്ന് പറഞ്ഞേ. ഇനി ഇത് വെച്ച് താമസിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയണം. അനർക്കില്ലേ, അത് പിന്നെ എനിക്ക് കൂടുതലൊന്നും കേൾക്കണ്ട, തരാൻ പറഞ്ഞാൽ തന്നാ മതി എന്ന് പറയണം. രാധികാമ്മ ആകെപ്പാടെ പെട്ടുപോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നീട് രാധികാമ്മ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേനും ആ വീട്ടിലേക്ക് വെമ്പാലമുക്കിലൊക്കെ ആ വീട്ടിലേക്ക് തേക്കന്തരി നോക്കാനായിട്ട് അതിന്റെ ആളങ്ങോട്ട് വരുവാണ്, ഉരുപ്പിടി നോക്കാനായിട്ട്. അപ്പൊ രാധികാമ്മ നോക്കിയപ്പോൾ അത് മാത്രം ഒരു മാർഗം കണ്ടുള്ളൂ. വേറെ മാർഗമൊന്നും രാധികാമ്മയുടെ മുന്നിൽ തെളിഞ്ഞു കണ്ടില്ല. ഇനിയിപ്പോ ഇത് വിറ്റിട്ടാണെങ്കിൽ ശരി കാര്യങ്ങളൊക്കെ നടത്തണം എന്നൊരു ചിന്ത ഉണ്ടാകുന്നുണ്ട്. അപ്പോഴാണ് രാധികാമ്മ ആ കാര്യം ഓർത്തെ, ഒരു പക്ഷെ ഗോവിന്ദങ്ങാൻ ഇത് അറിയുമോ? ഇല്ല, എങ്ങനെ അറിയാനായിട്ടാ, ഒരു കാരണവശാലും അറിയില്ല. പിന്നീട് അയാൾ വന്നിട്ട് പറഞ്ഞതേ തേക്കന്തരയൊക്കെ നോക്കട്ടെ എന്ന് പറയണം. അതെ, 50 ലക്ഷം രൂപ എനിക്ക് വേണമെന്ന് പറയാം. 50 ലക്ഷം രൂപയൊക്കെ തരാം, പക്ഷെ ആദ്യം ഉരുപ്പിടി ഞാനൊന്ന് കാണട്ടെ, എന്നിട്ടല്ലേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അയാളെയും കൂട്ടിക്കൊണ്ട് രാധികാമ്മ അങ്ങോട്ട് പോവാണ്. ആ സമയത്താണ് ഗീതു അങ്ങോട്ട് വരുന്നത്. ഗീതു അവിടെ നിന്ന് സ്കൂട്ടി വെച്ചു. പിന്നീട് അങ്ങോട്ട് കയറി ചെല്ലുവാണ്. അങ്ങോട്ട് കയറി ചെന്നുകഴിയുമ്പോഴത്തേന് രാധികാമ്മ അവിടെ അയാൾ കുരുപ്പിടിയെ കാണിച്ചു കൊടുക്കാൻ നിൽക്കുന്നുണ്ട്. ഓഹോ, കോടികളുടെ ആസ്തിയുള്ള രാധികാമ്മ ഇപ്പൊ തേക്കന്തരി വെട്ടി വിൽക്കാനായിട്ട് നടക്കുന്നു. കൊള്ളാം, നല്ല കഥ തന്നെ എന്നും ഒന്നോർത്തോണ്ട് ഗീതു എന്തിയാണ് അവിടെ മറിഞ്ഞു നിൽക്കുകയാണ്. ഈ സമയത്ത് ഗോവിന്ദ് കമ്പനിയിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. അപ്പൊ അജാസാണ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഗോവിന്ദിന്റെ മനസ്സിലേക്ക് പല പല ചിന്തകളൊക്കെ വരുവാണ്. ഭദ്രനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അനാർക്കലി പറഞ്ഞെന്താ, നിന്റെ കുടുംബത്തെ തന്നെ എന്നെ അന്വേഷിക്കുന്നതായിരിക്കും നല്ലതെന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേങ്കിൽ ഇനി എവിടെയായിരിക്കും? വെമ്പാലമുക്കിലുള്ള വീട്ടിലുണ്ടായിരിക്കോ? അവിടെ നിന്നാണ് ഭദ്രന്റെ മൊബൈൽ ഫോണൊക്കെ കിട്ടിയത്. ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. ആ സമയം കിഷോറല്ല അജാസിന്റെ ഉള്ളിലെ ചിന്തയും അത് തന്നെയായിരുന്നു. അജാസ് ഓർത്തു, എന്തിനാരോഗ്യ അനാർക്കലി വെമ്പാലമുക്കുള്ള ആ വീട്ടിലേക്ക് വന്നേ? അവിടെ വന്നെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു രഹസ്യം കാണുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് എന്തായിരിക്കും പോലും. പെട്ടെന്ന് ഗോവിന്ദ് പറഞ്ഞു, വണ്ടി തിരിച്ചു വിടാൻ പറയണം. അല്ല, ഓഫീസിലേക്ക് പോകണ്ടേ സാറെന്ന് ചോദിക്കണം. ഓഫീസിലേക്ക് ഇപ്പം പോകണ്ട, വണ്ടി തിരിച്ചു വിട, വെമ്പാലമുക്കുള്ള വീട്ടിലേക്ക് വിടാൻ പറയണം. വെമ്പാലമുക്കിലേക്കുള്ള വീട്ടിലോ? എന്തിനായിരിക്കും ഗോവിന്ദ് സാർ അങ്ങോട്ടേക്ക് പോകുന്നത്? അജാസിന്റെ ഉള്ളിൽ നൂറ് ചിന്തകളൊക്കെ വരുന്നുണ്ട്. പിന്നീട് അവർ അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. അങ്ങനെ അവിടെ ചെന്ന് കാറിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേനും ഗോവിന്ദ് നോക്കിയുമ്പോൾ രാധികാമ്മയുടെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. പെട്ടെന്ന് അജാസ് ചോദിച്ചു, അല്ല രാധികാമ്മയുടെ ഇങ്ങോട്ട് വരാനായിട്ട് ഗോവിന്ദ് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചോദിക്കുക. ഇല്ല, ഞാൻ പറഞ്ഞിട്ടൊന്നും ഇല്ലാന്ന് പറയണം. അങ്ങനെ അങ്ങോട്ട് കയറി ചെല്ലുന്ന സമയത്താണ് രാധികാമ്മ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. ഗോവിന്ദിനെ കണ്ടു ഒരു ഞെട്ടലുണ്ടായി രാധികാമ്മയില്. പെട്ടെന്ന് ഗോവിന്ദ് ചോദിച്ചു, എന്താ രാധികാമ്മ ഇവിടെ എന്താ? അല്ല, അത് പിന്നെ ഞാൻ എൻ്റെ അച്ഛൻ്റെ പഴയ ഓർമ്മകൾ കുറച്ച് അയവിറക്കാൻ വേണ്ടി വന്നതാ. ഇവിടെ വന്ന് കുറച്ച് നിന്ന് കഴിഞ്ഞപ്പോൾ മനസ്സിനൊരു സമാധാനം. പണ്ട് ഞാൻ നിന്റെ അച്ഛനും കൂടെ ഇവിടെ എത്രമാത്രം വർത്താനം പറഞ്ഞ് സന്തോഷിച്ച് കഴിഞ്ഞെന്നറിയാവോ? ആ ഓർമ്മകൾ, നീയും പ്രിയും വരുണും എന്ത് രസമായിരുന്നു. അപ്പൊ ആ ഒരു ഓർമ്മകളൊക്കെ അയവിറക്കാൻ വേണ്ടി വന്നാ. ഇവിടെ വന്ന് ഇന്ന് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷവും സംതൃപ്തിയൊക്കെ തോന്നി. കാരണം ഗോവിന്ദന്റെ ആത്മാവ് എൻ്റെ അരികിൽ ഉണ്ടെന്ന പോലെ എനിക്ക് തോന്നല്. ആ സമയത്ത് ഗീതു അങ്ങോട്ട് വന്ന്. ഗീതു രാധികാമ്മയുടെ പുറകെ വന്ന് നിൽക്കുകയാണ്. അതൊന്നും രാധികാമ്മ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. രാധികാമ്മ പറയുന്നതല്ല ഈ നുണപ്പറച്ചിലെല്ലാം കേട്ട് ആസ്വദിച്ച് ഗീതു ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്ത് ഗോവിന്ദ് പറഞ്ഞു, രാധികാമ്മ എന്തൊക്കെയാ പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുകയാണ്. അതേ കണ്ണ, എനിക്കിവിടെ വന്നു കഴിഞ്ഞപ്പോൾ അതേ നിന്റെ അച്ഛൻ്റെ മാധവേട്ടൻ്റെ ഓർമ്മകളൊന്നും
മാധവന്റെ ആത്മാവ് എന്നെ തടുങ്ങുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോവിന്ദ് പറഞ്ഞു, ഒന്ന് നിർത്തുന്നുണ്ടോ രാധികാമ്മയുടെ ഈ കോമഡിന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് രാധികാമ്മ പറഞ്ഞു, മോനെ നീ കൂടുതലൊന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലാവും, ഞാൻ കുഞ്ഞു കൊച്ചൊന്നും അല്ലെന്ന് പറയാണ്. രാധികാമ്മ പെട്ടെന്ന് പെട്ടുപോയി, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നീട് അല്ല എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് രാധികാമ്മ ഒന്നും മിണ്ടിയില്ല. നിന്നോടാ ചോദിച്ചെന്നും പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ രാധികാമ്മ നീന്നോ എന്നെയോ? ഇത് കേട്ടപ്പോ അജാസ് പറഞ്ഞു, രാധികാമ്മയുടെ അല്ല പുറകെ നിൽക്കുന്ന ഗീതുവിനോടാന്ന് പറയാണ്. പെട്ടെന്ന് രാധികാമ്മ തിരിഞ്ഞു നോക്കിയപ്പോ ഗീതുവിനെ കണ്ടേ. ഇവളിത് എപ്പോ വന്നു? ഇത് താൻ കണ്ടുപോലും ഇല്ലോ. പെട്ടെന്ന് ഗീതുവിന്റെ അടുത്ത് എന്നിട്ട് ഗോവിന്ദ് ചോദിച്ചു, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കാം. അത് പിന്നെ രാധികാമ്മ തനിച്ച് രാവിലെ വണ്ടി എടുത്തോണ്ട് പോരുന്ന കണ്ടപ്പോഴേ എനിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നി. വരണേട്ടനും ഇല്ല, എന്തോ ഗൂഢാലോചനയാണല്ലോന്ന്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് പറയാണ്. അതുകൊണ്ടല്ലേ പല കള്ളത്തരങ്ങളും കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് ചോദിക്കുക. ഇതോട്ട് രാധികാമ്മ പറഞ്ഞു, എന്ത് കള്ളത്തരങ്ങൾ? നീ എന്റെ എന്ത് കള്ളത്തരങ്ങൾ കണ്ടുപിടിച്ചെന്നാ പറയണേ? അതെന്താന്ന് ഞാൻ പറയാം. അല്ല വേണ്ട, അതിപ്പോ തെളിവുണ്ടല്ലോ എന്ന് പറയാണ്. അപ്പോഴേക്കുമാണ് തേക്കിന്റെ ഉരുപ്പിടി നോക്കാൻ വന്ന അയാൾ അങ്ങോട്ടേക്ക് വരുന്നത്. അയാളെ കണ്ട രാധികാമ്മ എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ ഒരു നിമിഷം നിൽക്കുക. അയാൾ പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞതേ, നിങ്ങൾ പറഞ്ഞാൽ 50 ലക്ഷത്തിനൊന്നും ഇത് കച്ചവടം ആവില്ല, വേണ്ടൊരു 30 ലക്ഷം രൂപ ഈ ഉരുപ്പിടിക്ക് തരാം, അത്രേ ഉള്ളൂ. അങ്ങനെയാണ് സമ്മതമാണെങ്കിൽ ഇപ്പൊ തന്നെ അഡ്വാൻസ് പേയ്മെന്റ് അങ്ങ് തന്നേക്കാന്ന് പറയാണ്. ഇത് കേട്ടതും ഒരു ഞെട്ടലോട് കൂടിയിട്ട് രാധികാമ്മേനെ ഗോവിന്ദ് നോക്കുവാണ്. രാധികാമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, നിൽക്കണോ അതോ പോണോ ഓടണോ എന്നൊന്നും അറിയത്തില്ലാത്ത അവസ്ഥയിൽ രാധികാമ്മ നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.